ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നു. മിനിറ്റ്സിൽ ക്രമക്കേടുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അഹമ്മദ് മുസ്തബ വിവരങ്ങളുമായി. മുസ്തബ, എന്താണ് കോടതിയിൽ നടക്കുന്നത് ഇപ്പോൾ? ഇത് പരിഗണിച്ചതിന് ശേഷം ഇപ്പോൾ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പറയുകയാണ്. ആ ഉത്തരവിനകത്ത് ചില കാര്യങ്ങൾ കോടതി പറയുന്നത് ഈ കേസിന്റെ തുടക്കം മുതലുള്ള നാൾവഴികളിൽ ക്രമക്കേടുണ്ട് എന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം കോടതി പറയുന്നുണ്ട്. സമീപകാലത്ത് കഴിഞ്ഞ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ SIT കോടതിയെ അറിയിച്ചു. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പല സ്ഥലങ്ങളിലും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്വർണ്ണപാളി, ദ്വാരപാലക ശില്പങ്ങളിലുള്ള സ്വർണ്ണപാളി കൊണ്ടുപോയ സമയത്ത് ഉൾപ്പെടെയുള്ള പല വിവരങ്ങൾ രേഖപ്പെടുത്താത്തതായി കാണുന്നു. ആ മിനിറ്റ്സ് ബുക്കിലെ വിവരങ്ങൾ അതിൽ ക്രമക്കേട് ഉണ്ട് എന്നാണ്, ഇത് ഗുരുതരമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി പറയുന്നത്. സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാൻ നന്ദൻ എന്നയാളെ ഒരു പോറ്റി നിയോഗിച്ചിട്ടുണ്ട്. ആ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയാണ് നന്ദൻ അളവെടുത്തത്. നട തുറന്നിരുന്ന സമയത്താണ് അളവെടുത്തത്. അങ്ങനെയുള്ള SIT ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശേഖരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നു. അതിനുശേഷം കോടതി പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്ത ഒരു കാര്യം വളരെ ഗൗരവമായി തന്നെ കോടതി കണക്കിലാക്കുന്നുണ്ട്. അത് SIT കോടതിയെ അറിയിച്ചതാണ്. ആ മിനിറ്റ്സ് ബുക്കിൽ പല വിവരങ്ങളും രേഖപ്പെടുത്താത്തത് ഗുരുതരമായ ഒരു ക്രമക്കേടാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ പല സ്ഥലങ്ങളിലെ വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികൾ കടത്തിക്കൊണ്ടുപോയ സമയത്ത്, അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് ഇളക്കി മാറ്റി മറ്റു നടപടികൾക്കായി, മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ആ വിഷയങ്ങളിൽ ചില ക്രമക്കേട് ഉണ്ട് എന്ന് സംശയിക്കുന്ന രൂപത്തിൽ മിനിറ്റ്സ് ബുക്കിൽ ചില വിവരങ്ങൾ രേഖപ്പെടുത്താത്തതായി കാണുന്നു. അത് ക്രമരഹിതമാണ്, അല്ലെങ്കിൽ ക്രമക്കേടാണ് എന്നാണ്, ഗൗരവമായ വിഷയമാണ് എന്നാണ് കോടതി പറയുന്നത്. എന്തായാലും ഇപ്പോഴും കോടതി ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ഈ ഇടക്കാല ഉത്തരവിൽ നേരത്തെ കഴിഞ്ഞ 21 ഒരു ഇടക്കാല ഉത്തരവ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് രണ്ടാമതൊരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കുന്നത്. SIT സംഘം നേരിട്ട് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. H. വെങ്കിടേഷ്, അതോടൊപ്പം തന്നെ S. ശശിധരൻ, ഈ രണ്ടുപേരും, ADGPയും SP-യും, ഈ രണ്ടുപേരും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരായി ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അറിയിക്കുകയാണ്. ആ പുരോഗതി അടച്ചിട്ട കോടതി മുറിയിൽ കോടതി വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. ഒരു രഹസ്യ സ്വഭാവത്തിലാണ് ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്. കഴിഞ്ഞ 2 തവണയും, ഈ തവണയും അതോടൊപ്പം തന്നെ തൊട്ട് മുമ്പുള്ള തവണയും അടച്ചിട്ട കോടതി മുറിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയാണ് കോടതി ഈ വിഷയം പരിഗണിച്ചത്. ഇന്നിപ്പോൾ കേസിന്റെ ഒരു ഇടക്കാല ഉത്തരവ് പറയുകയാണ്. ആ ഉത്തരവ് പൂർണ്ണമായി കഴിഞ്ഞാൽ കുറെ കൂടി വിവരങ്ങൾ പുറത്തുവരും. ഇതിനകം കോടതി പറഞ്ഞിരിക്കുന്നത് മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തത് അത് കോടതിയിൽ ഹാജരാക്കുകയും അത് കോടതി പരിശോധിക്കുകയും ചെയ്തു. ആ പരിശോധനയിലാണ് ചില വിവരങ്ങൾ, ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതായത് ആ വിവരങ്ങൾ മറച്ചു വെച്ചതായി സംശയിക്കാവുന്ന രൂപത്തിൽ ചില ക്രമക്കേടുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ ഉള്ളതായി കോടതി നിരീക്ഷിക്കുന്നത്. നിഷാദ്.